ചിലർ പറയും നീക്ക് ഇത്രയും കാശ് UK നിന്ന് ഉണ്ടാക്കണ്ടല്ലോടാ, കുറച്ചൊന്ന് ചിലവാക്കി ഇങ്ങനെ പിശിക്കല്ലേ എന്ന് പറയും. പക്ഷെ ഇതിപ്പോൾ ഇവിടെ 4 പൗണ്ട് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടാനും പാടാണ്. ഓക്കെ, ചിക്കൻ സത്യം പറഞ്ഞാൽ 1000 താണ്ടിയിട്ടുമില്ല, 1000ന്റെ അടുത്ത് എത്തിയിട്ടില്ല. വില പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് ഓടിക്കും ഗൈസ്. അതുകൊണ്ട് വില പറയണില്ല, കുറ്റപ്പെടുത്താൻ പറയണില്ല. ഇപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് സ്പോൺസർഷിപ്പ് കിട്ടി അങ്ങോട്ട് പോയത്. അപ്പോൾ അവൻ പറഞ്ഞത് അളിയ ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു മലയാളി കടയില്ല എന്ന് പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, അബിൽസിയുടെ പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3.5 മാസമായിട്ട് എൻ്റെ വൈഫ് നാട്ടിലാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. മക്കളെ കൊണ്ടുവിടാൻ പോയതിൻ്റെ വീഡിയോയും നാഷണൽ എക്സ്പ്രസ്സിലുണ്ടായ പ്രശ്നത്തിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നാഷണൽ എക്സ്പ്രസ് അല്ല, സോറി, ഫ്ലിക്സ് ബസ്സിലുണ്ടായ സംഭവം. അപ്പോൾ വൈഫ് ഇന്ന് രാവിലെ നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പെട്ടി ഇങ്ങനെ തുറക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. ശ്രീലങ്കൻ എയർലൈൻസ് ആയിരുന്നു. ഏകദേശം 46 കിലോ കൊണ്ടുവരായിരുന്നു. 23 വെച്ച് 2 പെട്ടി, പിന്നെ ഒരു ഹാൻഡ് ലഗേജും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ റൂമിൽ വന്ന് നമ്മൾ പെട്ടി തുറന്നപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഇതൊക്കെ ഇവിടെ കിട്ടുന്ന സാധനമല്ലേ, പിന്നെ എന്തിനു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു? അപ്പം അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതൊരു വാല്യൂ പോയിന്റ് ആയിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ ഈ വീഡിയോ എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുവയ്ക്കുകയോ, നിങ്ങൾക്ക് ഞാനൊരു 8 പ്രൊഡക്ട്സിൻ്റെ കാര്യമാണ് പറയുള്ളൂ, പക്ഷെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും മച്ചാനെ, 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഇതിനും നല്ല കാര്യങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ ഇടുക. കാര്യം എൻ്റെ വീഡിയോയിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ എനിക്ക് തോന്നുന്നു എൻ്റെ കമൻറ്റുകളാണ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ഇവിടെ ഒത്തിരി വർഷമായിട്ടുള്ള ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെച്ച് നീട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടുന്ന് പോയ സമയത്ത് ഓൾമോസ്റ്റ് നമ്മുടെ ലാപ്ടോപ്പ് ടോട്ടലി ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു. കീപാഡൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പം ഞാനും എൻ്റെ വൈഫും ആപ്പിളിൻ്റെ ഷോറൂമിൽ പോയി ഞങ്ങൾ ലാപ്ടോപ്പിൻ്റെ, അതായത് M2 ചിപ്പിൻ്റെ ഏകദേശം 1,40,000 വന്ന ലാപ്ടോപ്പിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് നാട്ടിൽ പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോയപ്പോൾ അവൾ അവിടെ ചെന്നിട്ട് ആപ്പിളിൻ്റെ ഷോറൂമിൽ ചെന്നപ്പോൾ അവിടെ ആണെങ്കിലും 0% ഇൻട്രസ്റ്റ്, അതായത് പലിശയില്ല. പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക, സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, കാരണം എല്ലാവരും UK വന്നിട്ട് എടുക്കാനാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ പണ്ട് ഒരു 2 വർഷം മുമ്പ് UK നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ലാപ്ടോപ്പ് മേടിക്കായിരുന്നു. ഹാലിഫാക്സ് അങ്ങനെയുള്ള ലോയിഡ്സ് അങ്ങനെയുള്ള അക്കൗണ്ട് വെച്ച്. പക്ഷെ ഇപ്പം അത് പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ, ഇപ്പം അത് നടക്കില്ല. അങ്ങനെ വൈഫ് നാട്ടിൽ നിന്ന് മേടിച്ചു. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റി. 3 വർഷത്തെ ഇൻ്റർനാഷണൽ വാറണ്ടിക്ക് നമ്മുടെ UK ഇവർ പറഞ്ഞത് എൻ്റെ അടുത്ത് 270 പൗണ്ടാണ്. പക്ഷെ നാട്ടിൽ നമുക്ക് ഏകദേശം 17,000 രൂപയ്ക്ക് നമുക്ക് 3 വർഷത്തെ ഇൻ്റർനാഷണൽ വാറണ്ടി കിട്ടി. രണ്ടാമത്തെ കാര്യം കുക്കർ. സത്യം പറഞ്ഞാൽ കുക്കർ നമുക്കറിയാം UK ഒരു കിച്ചണിലും കുക്കറില്ലാത്ത വീടുകൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ കുക്കർ പെട്ടെന്ന് ഡാമേജ് ആവുകയും ചെയ്യും. ഇത് ബ്രാൻഡ് ന്യൂ കുക്കറാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് 2.5 വർഷമായിട്ടുള്ളൂ. ഓൾറെഡി നമുക്ക് 2 കുക്കറുണ്ട്. ഇപ്പം 3ാമത്തെ കുക്കറാണ്. ഈ കുക്കറിൻ്റെ ഈ സംഭവം കണ്ടോ, കുക്കർ മേടിക്കണവർ ഇത് എക്സ്ട്രാ 2 മേടിക്കാൻ നോക്കണം കേട്ടോ. ഇത് 2 സേഫ്റ്റി വാൾവ്, ഇത് 2 ആകെ 70 രൂപയാണ് ആയുള്ളൂ. നിങ്ങളിപ്പോൾ ആമസോണിൽ കയറി നോക്കുവാണെങ്കിൽ ഇവിടെ 1 3.5 പൗണ്ടാണ്. അപ്പോൾ 2 ഏകദേശം 7 പൗണ്ട്. അപ്പം 700 രൂപയ്ക്കാണ് നമുക്കിത് UK കിട്ടുന്നത്. ഇത് നാട്ടിൽ വെറും 70 രൂപയുള്ളൂ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 200 ഗ്രാം വരുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അതുപോലെ വാഷറും എക്സ്ട്രാ മേടിക്കാൻ നോക്കണം. വാഷർ വെറും 60 രൂപയുള്ളൂ കേട്ടോ വാഷറിന്. വെയിറ്റ് ഇല്ല, അതാണ് മെയിൻ ഹൈലൈറ്റ്. കുക്കർ ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് മേടിക്കാൻ ഞാൻ അത്ര സജസ്റ്റ് ചെയ്തില്ലെങ്കിലും ഈ സംഭവങ്ങൾ നാട്ടിൽ നിന്ന് മേടിക്കാം. ഇനി കുക്കർ കൊണ്ടുവരണവർ തീർച്ചയായിട്ടും ഇതൊരു 3-4 കൊണ്ടുവന്നോളൂ. ഓക്കെ, 3ാമത്തെ കാര്യം, നമ്മൾ മിക്സി യൂസ് ചെയ്യണവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ മിക്സിയുടെ താഴത്തെ സംഭവം എപ്പോഴും കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതും നിങ്ങൾക്ക് എക്സ്ട്രാ മേടിക്കാം. ഇതിൻ്റെയൊക്കെ വില പറഞ്ഞ് നിങ്ങൾ ഭയങ്കര തമാശയായിട്ട് എടുക്കും. വെറും 24 രൂപയുള്ളൂ കേട്ടോ, 24 രൂപ. ഓക്കെ, അപ്പോൾ ഇതിന് വെയിറ്റും ഇല്ല, അതാണ് ഹൈലൈറ്റ്. നമ്മൾ കാശ് ലാഭം നോക്കാനല്ല. ചിലർ പറയും നീക്ക് ഇത്രയും കാശ് UK നിന്ന് ഉണ്ടാക്കണ്ടല്ലോടാ, കുറച്ചൊന്ന് ചിലവാക്കി ഇങ്ങനെ പിശിക്കല്ലേ എന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ ഇവിടെ 4 പൗണ്ട് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് കിട്ടാനും പാടാണ്. ഓക്കെ, അപ്പം ഇത് വെറും 24 രൂപ ഉള്ളൂ കേട്ടോ. ഇതൊരു കാര്യം. ഇനി 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അത്യാവശ്യം വീഡിയോ എടുക്കണവർ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റാ 360 അതല്ലെങ്കിൽ GoPro അങ്ങനെ മേടിക്കണമെന്നുള്ളവർ GCC കൺട്രിയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ മേടിച്ചേക്കണത് കുവൈറ്റിൽ നിന്നാണ് നമ്മുടെ ഇൻസ്റ്റാ 360. ഞാൻ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ പോലും എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല. ഇന്ന് രാവിലെയാണ് കേട്ടോ എനിക്കിത് കിട്ടിയേക്കണത്.
ഓക്കെ, അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇട്ടോ മെസ്സേജ് ഇട്ടോ. ഞാനിത് വീഡിയോ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ റേറ്റ് ഒന്നും പറയണില്ല. 4ാമത്തെ പോയിന്റ് ഞാൻ പറയാനുള്ള, നമുക്കിപ്പോൾ UK എല്ലായിടത്തും മലയാളി ഷോപ്പുകൾ ഉണ്ടാവണമെന്നില്ല. ഉണ്ടായാൽ തന്നെ ഇതുപോലത്തെ രാസ്നാനപ്പൊടി അതുപോലത്തെ സംഭവങ്ങൾ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് മുടി എപ്പോഴും വേണമെന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ എപ്പോഴും രാസ്നാനപ്പൊടി തേക്കും. അതുപോലെ ജലദോഷം വരാനും UK പെട്ടെന്ന് വെള്ളം ഉണങ്ങാൻ ഇച്ചിരി പാടാണ്. അപ്പം ഇത് യൂസ്ഫുൾ ആണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യും. ചില കൂട്ടുകാരന്മാർ കളിയാക്കും, നീ പഴഞ്ചനാണ്, മിക്കവാറും നിന്റെ നടുക്ക് കഷണ്ടി ആയിട്ടുണ്ടാവും. പക്ഷെ പടച്ചും വിചാരിച്ചു ഒരു കഷണ്ടി ഒന്നും ആയിട്ടില്ല. ഓക്കെ, അതൊന്ന്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ മുടി യൂസ് ചെയ്യുന്നവർക്ക് ഈ ഹെയർ ബാൻഡ്, ഇത് നിങ്ങൾക്കറിയാം ആമസോണിലുണ്ട് നമുക്ക് 1 രൂപയിൽ. പക്ഷേ ഇത് വെറും 15 രൂപയുള്ളൂ കേട്ടോ. ബാച്ചിലേഴ്സൊക്കെയായിട്ട് വന്നവർക്ക് ഏറ്റവും അടിപൊളി സംഭവം കേട്ടോ. ഇത് ഒരു കമ്പനിയുടെയും പ്രൊഡക്ഷനൊന്നും അല്ല, ഇതിൻ്റെ പേരൊന്നും വായിക്കണില്ല. രസക്കൂട്ട് അത്യാവശ്യം ചുമ്മാ ചൂടുവെള്ളത്തിൽ നമ്മുടെ എന്താ പറയണ, നമ്മൾ വെള്ളം തിളപ്പിക്കില്ലേ, ഇതൊരു ചായപാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് ആ തിളച്ച വെള്ളം ഊറ്റി കഴിഞ്ഞാൽ തന്നെ രസം റെഡി ആയിട്ടും. ഇത് ബാച്ചിലേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയണതാണ്. അപ്പോൾ ഇത് നോക്കി വെച്ചോ. ഇതിന് ഓർണത്തിന് 12 രൂപയാണ് വരുവുള്ളൂ. അപ്പോൾ വെയിറ്റും ഇല്ല. ഇതിപ്പോൾ 13 പാക്കറ്റ് ഉണ്ട്. 13 പാക്കറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു പാക്കറ്റ് എനിക്ക് തോന്നുന്നു 2 ദിവസത്തേക്ക് എടുക്കാം. അപ്പോൾ 26 ദിവസത്തേക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്. ഇത് എന്നും ഇത് UK ജീവിതകാലം മൊത്തം ഇത് കഴിക്കാനല്ല ഞാൻ പറയണത്. നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരുമ്പോൾ കുക്കിങ്ങൊന്നും അറിയില്ലാത്തവർക്ക് ബെസ്റ്റ് യൂസാണ്. അതുകൊണ്ടാട്ടോ പറയണത്. ഞാൻ യൂസ് ചെയ്യണ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. എനിക്ക് ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള കാശ് എനിക്ക് വേണ്ട. ഈ ചെയ്യണത് പ്രൊമോഷനാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളൊരു കമൻറ്റ് കൂടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പിന്നെ നമ്മുടെ റിലയൻസൊന്നും പ്രൊമോഷൻ ചെയ്യാനുള്ള ആൾ ഞാനല്ല. എന്നാലും വൈഫ് കൊണ്ടുവന്നുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. 65 രൂപ ഉള്ളൂ നമ്മുടെ റൂമിൽ ഗ്ലാസ് വെക്കാനുള്ള സംഭവങ്ങൾ. അത്യാവശ്യം 6 മഗ് വെക്കാം. ഇവിടെ എല്ലാ റൂമിലും പോകുമ്പോൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം. ഇത് ഇത്രേ ഉള്ളൂ. എൻ്റെ ഒരു ഗ്ലാമറിൻ്റെ രഹസ്യമായിട്ടുള്ള സാധനമാണ്. ഇതൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരാതെ, എന്നാലും എൻ്റെ സബ്സ്ക്രൈബർ എന്നെ പോലെ ലുക്ക് ആയിക്കോട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാമാസ് എർത്ത്. ഇത് പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യാനുള്ള ആൾ ഞാനായിട്ടില്ല. ഇപ്പം എൻ്റെ വാഷ്റൂമിൽ ചെന്നാലും ഇതിവിടെ ഉണ്ട്. ഞാൻ ആര് നാട്ടിൽ പോയാലും ഞാൻ ആകെ പറഞ്ഞു തന്ന സാധനം ഇതാണ്. ഞാൻ അത്ര ബ്യൂട്ടി കോൺഷ്യസോ അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന ആളൊന്നുമല്ല. ഇതാകുമ്പോൾ കൈയിട്ട് വരയ്ക്കണ്ട. ഇതിനകത്ത് തന്നെ ബ്രഷുണ്ട്. ഒരു തവണ യൂസ് ചെയ്തു, ഇഷ്ടപ്പെട്ടു, പിന്നെ ഇത് വെച്ച് അങ്ങ് കണ്ടിന്യൂ ആയി പോണു. പിന്നെ എണ്ണ, ഇത് നമുക്ക് എത്രയാണ്? 220 രൂപയാണ് ഇതിനുള്ളൂ. പക്ഷെ ഇത് ഇവിടെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന ഒരാൾ കമൻറ്റ് ഇട്ടോ ഇതിൻ്റെ റേറ്റ്. ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. ഓക്കെ, ഇത് ഒത്തിരി ഒന്നും കൊണ്ടുവരാൻ പറയില്ല, ഒരെണ്ണം കൊണ്ടുവരാൻ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി. ഇതിപ്പോൾ വൈഫ് കൊണ്ടുവന്നപ്പം വീട്ടിലേക്ക് ഉണ്ട്. പക്ഷെ ഇതിവിടെ മേടിക്കാൻ പോകുമ്പോൾ 7 പൗണ്ട് 8 പൗണ്ടാണ് കിലോക്ക്. ഓക്കെ, പിന്നെ ഇത് അത്യാവശ്യം യൂസ്ഫുള്ളാണ്. ഇത് മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചോ, ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഓക്കെ, ഉറങ്ങുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് കരിയാപ്പില, പിന്നെ പനിക്കൂർക്കയുടെ ഇല, ഇതൊക്കെ ഇച്ചിരി മണ്ണിൽ നട്ട് നോക്കാം. ഒരു ആഗ്രഹത്തിന് പുറത്ത് കൊണ്ടുവരണേ കേട്ടോ. ഇവൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇവൻ്റെ കെട്ടുകൾ കാടും പള്ളയും പറിച്ചുകൊണ്ട് വന്നു എന്നൊന്നും കമൻറ്റ് ഇടരുത്. ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇവിടെ നട്ട് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ നാട്ടിൽ നിന്ന് വന്നവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് പോകാനുള്ള ഡ്രസ്സ് നാട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവർ അയ്യോ ഞാൻ കൊണ്ടുവന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഇനിയിപ്പോൾ നാട്ടിലുള്ളവർ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ വൈഫ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതെല്ലാം നിസാര റേറ്റ് ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. ഇത് ഇട്ടേക്കണ, ഇതിൻ്റെ മോഡൽ ഇട്ടേക്കണ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ 1000 താണ്ടിയിട്ടുമില്ല, 1000ൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. വില പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് ഓടിക്കും ഗൈസ്, അതുകൊണ്ട് വില പറയണില്ല. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു കോട്ട് അതിൻ്റെ ഒപ്പം ഇടാനുള്ള ചെറിയ കോട്ട്. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, ഞാനിപ്പം എൻ്റെ ഫേസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഒരു എക്സിക്യൂട്ടീവായിട്ടുള്ള പാൻറ്റ്. ഓക്കെ, പിന്നെ നാട്ടിലേക്ക് വെച്ച് മൂത്രത്തിക്കല്ലുള്ള ഒരാളാണെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് മൂത്രത്തിക്കല്ലുണ്ട്. അപ്പം നമ്മുടെ ഉമ്മായാണെങ്കിലും ഇപ്പം ഇത് കൊടുത്തു വിട്ടു. ഇതിനെന്താന്ന് പറയണ ബാർലി.
ഇപ്പം ഈ ബാർലിയുടെ അരിയാണെങ്കിലും ചുമ്മാ വെള്ളം തിളപ്പിച്ച് അതിലിട്ട് കുടിക്കുകയാണെങ്കിൽ മൂത്രത്തിക്കല്ലിനൊക്കെ നല്ലതായിരിക്കും. കാര്യം ഇതെല്ലാം ഇവിടെ കിട്ടും, പക്ഷെ നമ്മൾ വന്ന് ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു സമയമാവും. എല്ലാം UK കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം നമ്മൾ ചില പ്രദേശങ്ങൾ, ഇപ്പം ഞാൻ പേരെടുത്ത് പറയുമ്പോൾ ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം പോൾസ്മൗത്തിലൊന്നും നമ്മൾ പോയിട്ടൊരു മലയാളി കടയില്ല. അവർക്കും അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് പോയിട്ടാണ് മേടിക്കുക. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറയണില്ല. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് സ്പോൺസർഷിപ്പ് കിട്ടി അങ്ങോട്ട് പോയത്. അപ്പോൾ അവൻ പറഞ്ഞത് അളിയ ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു മലയാളി കടയില്ല എന്ന് പറഞ്ഞാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തോട്ടായിരിക്കും ചിലപ്പോൾ നാട്ടിൽ നിന്നേ വന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരുതണത് എപ്പോഴും നല്ലതാണ്. ഒരു ഇൻഫർമേഷനും ചെറുതല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റണ പോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മച്ചന്മാരെ. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. Bye.